വെൽക്കം ടു മൈ ചാനൽ ആന്റണി രാജു മാത്ത് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ചാപ്റ്റർ 7 ഇന്റഗ്രൽസ്. മെജോറിറ്റി സ്റ്റുഡൻസും മാത്സിൽ ഈ ഇന്റഗ്രൽസ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാം. പക്ഷെ നമ്മളത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം തന്നെയാണ്. പിന്നെ അതിന്റെ ഫോർമുലാസ് അത് പഠിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്താണ് ഇന്റഗ്രൽസ് എന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും എന്താണ് ഡിഫറൻഷ്യൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിഫറൻഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എൻറ്റയർ ലെങ്ത് ഓഫ് മാഗ്നറ്റ്, ഇതൊരു മാഗ്നറ്റിന്റെ ഒരു സോളിഡ് ആണ്, ഒരു പീസ് ആണ്, ഒരു സിലിണ്ടറിക്കൽ പീസ്. ഇതിലൊരു ചെറിയൊരു പോർഷൻ ഞാൻ എടുക്കാം, ഒരു ചെറിയൊരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ എടുക്കാം. ഈ പോർഷൻ കാണിക്കുന്ന പ്രോപ്പർട്ടി തന്നെയായിരിക്കും ഈ എൻറ്റയർ ലെങ്ത്തും കാണിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഈ എൻറ്റയർ ലെങ്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പറ്റും ഈ ചെറിയൊരു പോർഷൻ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് സയൻസിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു കറണ്ടിന്റെ അല്ലെങ്കിൽ ഒരു വയർ, ആ വയറിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അതിന് ജസ്റ്റ് ഒരു പോർഷൻ നമ്മളെടുത്ത് അതിന്റെ പ്രോപ്പർട്ടി അനലൈസ് ചെയ്താൽ മതി. അപ്പൊ ഇത് മാത്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഒരു എൻറ്റയർ ഫംഗ്ഷന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ നോക്കും, അത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ഫംഗ്ഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് ഇന്റഗ്രേഷൻ. ഇന്റഗ്രേഷൻ നമുക്ക് ആന്റി ഡിഫറൻസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആന്റി ഡെറിവേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പസില് അതിലൊരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ പസിലെ എന്താണ്, അല്ലെങ്കിൽ ഒരു പിക്ചറിന്റെ ഒരു പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തിനാണ് നമുക്ക് ഒരു പരിധി പറയാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇന്റഗ്രേഷൻ. ജസ്റ്റ് ഇതൊരു മാഗ്നറ്റ് ആണ്, ഈ മാഗ്നറ്റിന്റെ ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏതൊരു വലിയ മാഗ്നറ്റിന്റെ ഒരു പോർഷൻ ആണ് നിൽക്കുന്നത്. സോ ആ വലിയ മാഗ്നറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇന്റഗ്രൽസിന്റെ പ്രത്യേകത. നമുക്കപ്പോ ഇത് മാത്സിലേക്ക് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. സൈനിക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x ആണ്, അല്ലെ? സൈനിക്സിന്റെ ഡെറിവേറ്റീവ് ഈസ് cos x. അപ്പൊ നമ്മൾ പറയും cos x നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് sin x. ഇന്റഗ്രൽ ഓഫ് cos x dx എന്ന് പറയുന്നത് sin x ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫംഗ്ഷന്റെ പ്രിമിറ്റീവ് എന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രൽസ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് കിട്ടിയത് ഒരു ഡെറിവേറ്റീവ്, ഒരു പോർഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രിമിറ്റീവ് എന്തായിരുന്നു, അതിന്റെ എൻറ്റയർ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇന്റഗ്രൽസ് മതിയാവും. നമുക്കിപ്പോ ഇന്റഗ്രേഷനെ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ ബേസിക്കലി ഡിഫറൻസിയേഷൻ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓരോ ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ കാണുകയെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അതെങ്ങനെയാണ് ഇന്റഗ്രേഷന് ഹെൽപ്ഫുൾ ആയിരിക്കാന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു കോൺസ്റ്റന്റിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഗെറ്റ് 0, അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ആൻസർ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ d/dx ഓഫ് എ കോൺസ്റ്റന്റ്, ഈ കോൺസ്റ്റന്റ് സ്ഥാനത്ത് നമുക്ക് 1, 2, 3 ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. 5 കൊടുക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി 0, അല്ലെ? അതുപോലെ തന്നെ അപ്പൊ ഞാൻ ആ കോൺസ്റ്റന്റ്, അപ്പൊ 0 എനിക്ക് കിട്ടി. ഈ 0 ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലോ തിരിച്ച് എനിക്ക് ആ കോൺസ്റ്റന്റ് ഏതോ കിട്ടും. ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും നമുക്ക് 0 കിട്ടും. തിരിച്ചതുപോലെ തന്നെ ഒരു 0 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് കോൺസ്റ്റന്റ് ആണ് എനിക്ക് കിട്ടാൻ ചാൻസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് എല്ലായിടത്തും വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് നോക്കുകയാണ്, ഒരു എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് 1 ആണ്, അല്ലെ? d/dx ഓഫ് x ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x കിട്ടണം, അല്ലെ? x. പക്ഷെ x മാത്രമല്ല, ചിലപ്പോൾ ഒരു പ്ലസ് സി അല്ലെങ്കിൽ പ്ലസ് എനി കോൺസ്റ്റന്റ് ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ x+5ന്റെ ഡിഫറൻഷിയേഷൻ കാണാം. x+5ന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? 1+0, അല്ലെ? അപ്പോ ഈ 0നെ കൂടി നമ്മളവിടെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും, 1+0. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ x+c വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ എപ്പോഴും ഇന്റഗ്രേഷൻ എഴുതുമ്പോൾ ഒരു +c അത് തന്നെ ഉണ്ടാവും, ഒരു കോൺസ്റ്റന്റ് വരാം എന്നാണ് അതിന്റെ മീനിങ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം x⁻n, അല്ലെ? നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിച്ചു. x⁻n ന്റെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് n into x⁻n-1 ആണ്. ദാറ്റ് മീൻസ് ഇപ്പോ ഇത് x⁻6 ആണെങ്കിൽ you can say that this is 6⁵5, 6x⁵5. സപ്പോസ് ഇത് x⁻7 ആണെങ്കിലോ 7x⁻6 വരും. x⁻10 ആണെങ്കിൽ 10x⁻9 വരും. നമ്മൾ ഡിഫറൻഷിയേഷൻ പഠിച്ചു. ഇത് തന്നെ ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ നമ്മളത് തിരിച്ചു വരും, അല്ലെ? ഇന്റഗ്രേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഏതൊരു ഫംഗ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ x⁻n ഇനി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ മീൻസ് x⁻n+1/n+1 ആണ് നമ്മൾ ചെയ്യുന്നത്. x⁻n+1/n+1 ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേഷൻ. അപ്പോൾ നമ്മളത് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ്, ഞാനിപ്പോ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്ന വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്, x⁻n n into x⁻n-1 കിട്ടി. ഇത് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ എന്താ വരിക? n into x⁻n-1 + 1/n-1 + 1, അല്ലെ? നമ്മൾ പറഞ്ഞു
എക്സ് റേസ് ടു എൻ വന്നു കഴിഞ്ഞാൽ n plus 1 by n plus 1. ഇവിടെ n minus 1 വന്നു, അപ്പൊ n minus 1 plus n minus 1 plus 1 by n minus 1 plus 1. സോ ഇവിടെ നമുക്ക് 1 minus 1 ക്യാൻസൽ ആയി പോകും, ഇവിടെ 1 minus 1 ക്യാൻസൽ ആയി പോകും, ഇവിടെ n മാത്രമേ വരുള്ളൂ, ഈ n നിന്ന് കട്ട് ചെയ്ത് പോകും, എക്സ് റേസ് ടു n പ്ലസ് c ആൻസർ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത് നോക്കാം 1 by x, d by dx of 1 by x. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ 1 by x നെ x raised to minus 1 എന്ന് എഴുതാം, അല്ലേ? We can write it as x raised to minus 1. അപ്പൊ ഈ ഒരു മോഡൽ നമ്മൾ ചെയ്യണം. ഈ 1 by x നെ നമ്മൾ x raised to minus 1 എന്ന് എഴുതിയിട്ട് ഈ ഒരു മോഡൽ ചെയ്യണം. അപ്പൊ എങ്ങനെ വരിക? minus 1 into x raised to minus 1, അല്ലേ? അപ്പൊ minus 1 by x square, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, minus 1 by x square. x raised to minus 2 നെ minus 1 by x square എന്ന് എഴുതാം. തിരിച്ച് ഇതിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെ നോക്കാം? minus 1 by x square into dx ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണേ. സോ ഇതിന് എനിക്ക് x raised to minus 2 നേരത്തെ എഴുതിയ പോലെ എഴുതാം. സോ ഇന്റഗ്രേഷൻ വരുമ്പോ ഇവിടെ ഞാനിപ്പോ -2 വരും, അല്ലെ? x raised to minus 2 ന്റെ ഇന്റഗ്രേഷൻ നോക്കിയാണ്, ഫ്രണ്ടിൽ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പോ -2 plus 1 -2 plus 1 നെഗറ്റീവ് ഓൾറെഡി ഫ്രണ്ടിലുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചെയ്തത്, minus x raised to minus 2 plus 1 -2 plus 1. അപ്പോൾ minus x raised to minus 2 plus 1 എന്താണ്? -1. ഇവിടെ -1. So the answer is 1 by x. ഈ നെഗറ്റീവും പോസിറ്റീവ് ആവും. ആൻസർ ഈസ് ജസ്റ്റ് x raised to minus 1 by x plus c. അല്ലെ? ഒരു കോൺസ്റ്റന്റ് വരാം, വേണേൽ വരാം, അത് വേണമെങ്കിൽ ആ കോൺസ്റ്റന്റ് 0 ആവും. ഇനി അടുത്ത കേസ് റൂട്ട് എക്സ്. റൂട്ട് എക്സ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നത്. x raised to n ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും, അല്ലെ? x raised to 1/2 ആണ് റൂട്ട് എക്സ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോ 1/2 into x raised to 1/2 minus 1. What is 1/2 minus 1? Minus 1/2. So 1/2 into x raised to minus 1/2. അതായത് താഴെ വരും, അല്ലെ? 1/2 root x. 1/2 root x എന്നുള്ളത്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലോ 1/2 root x into dx എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു, ആ ഹാഫ് നമ്മൾ പുറത്തെടുക്കും, ബാക്കിയുള്ളതിനെ മാത്രമേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ. റൂട്ട് എക്സ് നമ്മളിപ്പോ കണ്ടു, റൂട്ട് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? x raised to minus 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആ x raised to minus 1/2 plus 1 by minus 1/2 plus 1. അപ്പൊ minus 1/2 plus 1 എന്താണ്? 1/2, അല്ലെ? അരയെന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ അരയുള്ളത്. സോ 1/2 ഇവിടെ 1/2 ഉണ്ട്. ഈ 1/2 ഈ 1/2 ക്യാൻസൽ ആയി പോകും. മുകളിലുള്ള 1/2 പോസിറ്റീവ് 1/2 ആണ്. ആൻസർ ഈസ് റൂട്ട് എക്സ് ആൻഡ് റൂട്ട് എക്സ് പ്ലസ് സി ഈസ് അവർ ആൻസർ. അപ്പൊ നമ്മള് ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എല്ലാം ഡിഫറൻസിയേഷൻ, ഇതിന്റെ ആ റിസൾട്ടിനെ, ഈ റിസൾട്ടിൽ നിന്നും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഈ സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടും. അപ്പൊ ഇതാണ് ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് നമുക്ക് ഇന്റഗ്രൽസിനെ വിളിക്കാം. ഇതാണ് നമുക്ക് ഫംഗ്ഷൻസിന്റെ കേസ്, സൈൻ എക്സ്, കോസ് എക്സ്, ലോഗ് എക്സ് അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിപ്പോ സൈൻ എക്സ്, കോസ് എക്സ് അങ്ങനെയുള്ള ഫംഗ്ഷൻസിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. സൈൻ എക്സിന്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ് ആണ്. തിരിച്ച് കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ്. കോസ് എക്സിന്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ എക്സ്. തിരിച്ച് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് കോസ് എക്സ്. അതുപോലെ തന്നെ ടാൻ എക്സിന്റെ സീക് സ്ക്വയർ എക്സ്, കോട്ട് എക്സിന്റെ മൈനസ് കോസിക് സ്ക്വയർ എക്സ്, സീക് എക്സിന്റെ സീക് എക്സ് ടാൻ എക്സ്, കോസിക് എക്സിന്റെ മൈനസ് കോസിക് എക്സ് കോട്ട് എക്സ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചേക്കാം. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ കോ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, അല്ലെ? കോസിക്സ്, കോട്ടെക്സ്, കോസിക് എക്സ്, ഇവിടെയൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ് വന്നത്, റിസൾട്ടിലെ നെഗറ്റീവ് വന്നത്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രേഷനിൽ അത് വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് കറക്റ്റ് ആയിട്ട് എത്താൻ പറ്റും, അല്ലെ? സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് കോസ് എക്സ് ആണ്, അല്ലെ? അതുപോലെ തന്നെ കോസിക് സ്ക്വയർ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോട്ട് എക്സ്, ആൻഡ് ലാസ്റ്റ് വൺ കോസിക് എക്സ് കോട്ട് എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസിക് എക്സ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് സെറ്റ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1/x ആണ് നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ 1/x ഇന്റഗ്രൽ ആയിരിക്കും ലോഗ് എക്സ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 1/x dx ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി. അതുപോലെ തന്നെ e raised to x ന്റെ ഡിഫറൻഷ്യൽ e raised to x ആണ്. തിരിച്ച് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് e raised to x പ്ലസ് സി. പക്ഷേ e raised to 2x ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 into e raised to 2x എന്ന് പറയുന്നത്. അപ്പോൾ 2 into e raised to 2x ചെയ്യുമ്പോൾ e raised to 2x കിട്ടും. സപ്പോസ് e raised to 2x ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും നമ്മൾ പഠിച്ചു വെക്കണം. e raised to 2x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് e raised to 2x by 2 plus c. അതെങ്ങനെ കിട്ടിയത്? നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. e raised to 2x by 2 ന്റെ ഡിഫറൻഷ്യൽ ഒന്ന് കണ്ടുനോക്കാം. e raised to 2x by 2 ന്റെ ഡിഫറൻഷ്യൽ
എന്താ വരിക 1/2 into 2 into e raised to 2x അല്ലെ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് e raised to 2x ന്റെ ആൻസർ കിട്ടും. അപ്പോൾ ഈ e raised to 2x ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. e raised to 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് e raised to 2x by 2. ഇതുപോലെ നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്താണ് തരുന്നത് ഡിഫറൻസിയേഷൻ നന്നായിട്ട് അറിയാമെങ്കിൽ ഇന്റഗ്രൽ കാണാൻ ഈസിയാണ്. ആ ബേസിക് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ കാണാൻ ഈസിയാണ്. ലാസ്റ്റ് വൺ d/dx of a raised to x എന്നുള്ളത് a raised to x log a. തിരിച്ച് a raised to x log a ഇന്റഗ്രൽ a raised to x plus c. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒരു 3-4 കാര്യങ്ങൾ നോക്കി വെച്ചേക്കാം. ഇപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഓഫ് e raised to 4x എന്ന് കാണാം. e raised to 4x dx. ഇന്റഗ്രൽ ഓഫ് e raised to 4x dx ഇത് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് എളുപ്പവഴിയുണ്ട്. നമുക്ക് ഡിഫറൻസിയേഷൻ അറിഞ്ഞാൽ മതി. e raised to 4x നമുക്ക് റിസൾട്ട് വന്നത് എപ്പോഴാണ് ഡിഫറൻസിയേഷനിൽ? e raised to 4x നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ d/dx of e raised to 4x ഞാൻ കണ്ടുനോക്കാം. എന്താ വരിക 4 into e raised to 4x. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രൽ ഓഫ് e raised to 4x ആണ്. ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ 4ന്റെ ആവശ്യം നമുക്കില്ല. ഞാൻ e raised to 4x മാത്രം അവിടെ നിർത്തി. e raised to 4x മാത്രം നിർത്തി. e raised to 4x by 4ന്റെ ഡിഫറൻഷ്യൽ ആണ് e raised to 4x അല്ലേ. e raised to 4x by 4ന്റെ ഡിഫറൻഷ്യൽ ആണ് e raised to 4x. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാം e raised to 4x ന്റെ ഇന്റഗ്രൽ ആണ് e raised to 4x by 4. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും e raised to 4x by 4 plus c. ഇത് മനസ്സിലാക്കാൻ വേറൊന്നുമില്ല. നമ്മൾ എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് e raised to 4x കിട്ടണമെന്ന് നോക്കിയാൽ മതി. എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് e raised to 4x by 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് e raised to 4x കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ x raised to 4 ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് കാണാം. എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു 4 plus 1 by 4 plus 1 x raised to 5 by 5 plus 1 ഇങ്ങനെ പറഞ്ഞു. ഇതെങ്ങനെ വന്നതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. ഡിഫറൻഷ്യലിന്റെ കേസിൽ എങ്ങനെയാണ് d/dx of നമുക്ക് 4 റിസൾട്ട് വേണം. 4 റിസൾട്ട് വേണമെങ്കിൽ d/dx of x raised to 5 എന്ന് കണ്ടു നോക്കുക. d/dx of x raised to 5 എന്താ വരിക 5 into x raised to 4 അല്ലെ. 5 into x raised to 4 നമുക്കിവിടെ x raised to 4 മാത്രമേ ആവശ്യമുള്ളൂ. 5ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ d/dx of x raised to 5 by 5ന്റെ ഡിഫറൻഷ്യൽ ആണ് x raised to 4. തിരിച്ച് x raised to 4ന്റെ ഇന്റഗ്രൽ ആണ് x raised to 5 by 5. അങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ f of x and വേറൊരു ഫംഗ്ഷൻ g of x ഇതിന്റെ ഇന്റഗ്രൽ കാണാം. ഇതിന്റെ ഇന്റഗ്രൽ കാണാനായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്യാൻ മീൻസ് you can write it as f of x integral of f of x plus integral of g of x. ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. And last point ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് f dash of x എന്ന് എഴുതുന്നത്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് f dash of x. തിരിച്ച് f dash of x നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടും? f of x plus c അല്ലെ. ഈ പ്ലസ് സി എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനോട് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് പറഞ്ഞേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് f dash of x. തിരിച്ച് ഈ f dash of x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ f of x. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ പ്രോബ്ലം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എടുക്കുന്നത് സൈൻ ടു എക്സ്. ഇതിന് എനിക്ക് മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ വഴി, അതായത് എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് റിസൾട്ടിൽ സൈൻ ടു എക്സ് കിട്ടണേ എന്ന് നോക്കി നമുക്ക് ഇതിന്റെ ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സൈൻ ടു എക്സ് എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് സൈൻ തന്നെ, കോസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സൈൻ തന്നെ. 2x ആണെങ്കിൽ കോസ് 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ d/dx ഓഫ് കോസ് 2x ഞാൻ കണ്ടു നോക്കണം. എന്താ വരിക മൈനസ് സൈൻ 2x ഇൻറ്റു 2 ഇങ്ങനെ വരിക അല്ലെ. ആദ്യം കോസിന്റെ ഡിഫറൻഷ്യലായ മൈനസ് സൈൻ എക്സ് ആൻഡ് 2x എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടി ചെയ്യും. അപ്പോൾ 2x ന്റെ 2 കൂടി വരും. So we can write it as minus 2 sin 2x എന്ന് എഴുതാൻ പറ്റും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് sin 2x മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ കാണാനുണ്ട്. അതായത് sin 2x മാത്രമേ റിസൾട്ട് വന്നാൽ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഇപ്പോൾ സൈഡിൽ കൊണ്ടുപോകാം. d/dx of cos 2x by
മൈനസ് 2 അല്ലേ? അപ്പൊ cos 2x ബൈ മൈനസ് 2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് sin 2x വരുന്നത്. തിരിച്ചാണെങ്കിലോ sin 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് cos 2x മൈനസ് 2 വരുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആന്റി ഡെറിവേറ്റീവ് ഓഫ് sin 2x ആണ്. അപ്പൊ ആന്റി ഡെറിവേറ്റീവ് ഓഫ് sin 2x എന്താണ്? sin cos 2x by minus 2 is cos 2x by minus 2. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത് സോൾവ് ചെയ്യാൻ പറ്റും. cos 3x നമുക്ക് റിസൾട്ട് കണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ ഡെറിവേറ്റീവ് കാണുന്നത്? sin 3x അല്ലേ? d by dx of sin 3x that is cos 3x into 3 എന്നാ നമുക്ക് കിട്ടാം. നമുക്ക് cos 3x മാത്രം കണ്ടാൽ മതി, 3 ന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. So sin 3x by 3 ഇതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് cos 3x കിട്ടുക. സോ cos 3x ന്റെ ആന്റി ഡെറിവേറ്റീവ് എന്തായിരിക്കും? sin 3x by 3. നമ്മൾ അടുത്ത ചോദ്യം നോക്കാം. ax plus b ഹോൾ സ്ക്വയറിന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ax plus b ഹോൾ സ്ക്വയർ വരുന്നത് നമ്മൾ നോക്കാം. എന്തിനായിരിക്കും? x ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് 3 into x സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ax plus b ഹോൾ ക്യൂബിനെ differentiate here. So we get 3 into x plus b whole square into ഇവിടെ ax എന്ന് വന്നത് അല്ലേ? അപ്പോൾ ഇതൊരു x ന്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ into a നമുക്ക് വരും അല്ലേ? 3x ആണെങ്കിൽ അവിടെ 3 ആയിരിക്കും, ax ആയതുകൊണ്ട് a വരും. ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ 0 ആയിരിക്കും. ഈ ഒരു ഫംഗ്ഷനെ കൂടി നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടി വരും. Then ഇനി നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിലെ ax plus b whole square മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാം. So d by dx x plus b whole cube divided by 3a. 3 may പുറത്തേക്ക് വരും, x plus b whole square. അപ്പോൾ x plus b whole square ന്റെ ആന്റി ഡെറിവേറ്റീവ് എന്തായിരിക്കും? x plus b whole cube by 3a ആയിരിക്കും എന്റെ ആൻസർ. x plus b whole cube by 3a ഇതാണ് ഇതിന്റെ ആന്റി ഡെറിവേറ്റീവ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. sin 2x minus 4a raised to 3x. ഇത് രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്താണ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കാം. sin 2x എന്ന് നമുക്ക് റിസൾട്ട് കിട്ടണം. സോ നമ്മൾ എന്തിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? cos 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. d by dx of cos 2x എന്താ വരിക? minus sin 2x into 2. സോ sin 2x മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ള എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. cos 2x by 2 minus cos 2x by 2 ഇതിന്റെ ഡിഫറൻഷ്യൽ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. sin 2x ന്റെ ആന്റി ഡെറിവേറ്റീവ് ആണ് minus cos 2x by 2. സിമിലർലി e raised to 3x നെ കാണാം. e raised to 3x എന്ന് നമുക്ക് റിസൾട്ടിൽ വേണം. ഞാൻ ഇതിനെ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്താ വരിക? 3 into e raised to 3x. e raised to 3x മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. e raised to 3x by 3. ഓക്കെ, ഇങ്ങനെ അവിടെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് രണ്ട് സൈഡിൽ ഞാൻ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ d by dx of 4 into e raised to 3x by 3 ആണ് 4 e raised to 3x എന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി ഇതെല്ലാം വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 വെച്ചിട്ട് ഒന്നുകിൽ -4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തൊന്നും എടുക്കാം, അതല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. സോ ആന്റി ഡെറിവേറ്റീവ് ഓഫ് sin 2x minus 4 e raised to 3x എന്ന് പറയുന്നത് minus half cos 2x minus 4 by 3 e raised to 3x ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് 4 പ്രോബ്ലംസ് സോൾവ് ചെയ്തായിരുന്നു. അടുത്ത വീഡിയോയിൽ മാക്സിമം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.